ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹൈഫാസ് വ്ളോഗ്സ്. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്ക് കേട്ടോ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. പെരുന്നാളൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു കിടിലൻ ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചിക്കൻ കറിക്ക് ഒരു വെറൈറ്റി തന്നെയുണ്ട്. ഞങ്ങൾ ചിക്കൻ വറുത്തിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉരുളിയിലാണ് ചിക്കൻ കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ കോഴിയിറച്ചി മുളക് പൊടിയിൽ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കാം. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിയിറച്ചി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ കറിയുടെ മസാല ഉണ്ടാക്കണം. അതിനായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ വറുക്കാൻ ഉപയോഗിച്ച വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില, പച്ചമുളക് ഇടാം. ഇനി സവോളയുടെ കളർ ഒരു ബ്രൗൺ കളറായി വരണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗാർലിക് പേസ്റ്റും വെളുത്തുള്ളിയുടെ പേസ്റ്റും ചെറിയുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല കൂടി ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പ് ചേർക്കാം. റെഡ് ഫുഡ് കളറും പിന്നെ നമ്മുടെ 2ാം പാലും കൂടി ചേർത്ത് ഇളക്കാം. അപ്പോൾ ഏകദേശം മസാല ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച കോഴിയിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ കുറച്ച് അടച്ച് വേവിക്കാം. ഇനി നമുക്കിത് തുറക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തയ്യാറായി. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായി മല്ലിയില മുകളിൽ കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി വയ്ക്കാൻ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെമ്പ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നെയ്യിടാം. ഇനി നമുക്ക് പൊടിക്കാത്ത ഗരം മസാല ഇടാം. ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത്, ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി ചതച്ചത്, ഉള്ളി ചതച്ചത് ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അളന്ന് വെച്ച വെള്ളം ഒഴിച്ച് ഒരു നുള്ളു ഉപ്പും നാരങ്ങ നീരും ഒഴിച്ച് കൊടുത്ത് ഇളക്കാം. ഇനി നമുക്ക് ഇത് മൂടാം. നമുക്ക് തുറക്കാം. ഇനി ഇതിലേക്ക് ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി മൂടാം. അപ്പോൾ ബിരിയാണി വെന്ത് വന്നിട്ടുണ്ട്. ഇനി RKG ഒഴിച്ച് നന്നായി ഇളക്കാം. ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യാനായി സ്ലൈസായ അരിഞ്ഞ ക്യാരറ്റും മല്ലിയിലയും ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിരുന്നു. എല്ലാത്തിൻ്റെ വീഡിയോ ഇട്ടാൽ ലെങ്ത് കൂടും, അതുകൊണ്ടാണ് ഇടാതിരുന്നത് കേട്ടോ. നമുക്കിനി ഇത് കഴിച്ചു നോക്കാം. ഒരു രക്ഷയുമില്ല, സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്ക്. ബൈ.